ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വന്നത് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ 2, 3, 4, 5, 6, 7, 8 ഈ ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ ഇന്നൊരു സ്പെഷ്യൽ പക്കാവട ചുടുന്നത്. അപ്പോൾ നമുക്കിതിനെ മുറിച്ചിടാം. ഇതിൻ്റെ അകത്തേക്ക് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതിലേക്ക് ഞാൻ ഇടുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് മുറിച്ചിട്ട് കണ്ടല്ലോ. ഇങ്ങനെ നിങ്ങളാരെങ്കിലും ചുട്ടിട്ടുണ്ടോ ഗൈസ്? ഇല്ലെങ്കിൽ ഒന്ന് ചുട്ട് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇതെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് മൊത്തത്തിലെല്ലാം കൂട്ടി കുഴച്ചിട്ട് എടുക്കുക വേണ്ടത് നമുക്ക്. എല്ലാവരും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളെ ഇതിനാവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് എടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നോക്കിയിട്ട് വേണ്ടിക്കൽ പിന്നെ ഇടാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടി എടുക്കട്ടെ. പച്ചമുളക് 2-3 എടുത്തിട്ടുണ്ട്. ഇനി മുളക് പൊടിയാണ്. നമുക്ക് എത്രയാണോ പക്കാവടക്ക് എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള എരിവ് ഇട്ട് കൊടുക്കുക. എരിവ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളെപ്പോഴും പോലെ പക്കാവടക്ക് കുറച്ച് കായപ്പൊടിയെല്ലാം ഇടൂലേ, അതും കൂടി കുറച്ചിട്ട് കൊടുക്കും. അപ്പോൾ അതുമായി. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വേണം നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മളെ ബ്രെഡ്, സവാള എല്ലാം കൂടി ഇതിൽ കുഴച്ചെടുക്കണം. വേണ്ടിക്കൽ മാത്രം വെള്ളം ചേർത്താൽ മതി. ഈ സവാളേൻ്റെ എല്ലാം വെള്ളം ഉണ്ടാവില്ല നമ്മളിങ്ങനെ ഈ ബ്രെഡ് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ. എന്നിട്ട് പോരെങ്കിൽ കുറച്ച് വെള്ളം നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുഴച്ചെടുക്കുക. ഇതിൽ കടലമാവ് ഇടുന്നവർക്ക് കടലമാവ് ഇടാം കേട്ടോ. അപ്പം അതിൻ്റെ കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പം ഞാൻ ബ്രെഡ് മാത്രമാണ് ഇനിയിപ്പോൾ എടുത്തിട്ടുള്ളത്, കടലമാവൊന്നും ഇട്ടിട്ടില്ല. ഒരു ലേശം ഒന്ന് വെള്ളം കുഴയട്ടെ. കുഴഞ്ഞിട്ടായതിന് പക്ഷേ ഇങ്ങനെ പോരല്ലോ നമുക്ക് പക്കാവടക്ക്, കുറച്ച് ലൂസ് വേണമല്ലോ. അപ്പോൾ ഒരു ലേശം വെള്ളം ഒന്ന് കുടയട്ടെ. കുറച്ചും കൂടി ആക്കുന്നുണ്ട്. അപ്പം ഇതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, കൂട്ട് റെഡിയായി. അപ്പം ഞാൻ ഇതിന് ഉപ്പ് നോക്കട്ടെ. പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പെല്ലാം പാകത്തിനുണ്ട്. നല്ല എരിവ്, ഉപ്പ്, ആ തക്കാളീൻ്റെ എല്ലാം ഒരു പുളി എല്ലാം ഉള്ള നല്ല അടിപൊളി പക്കാവടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി എണ്ണേൻ്റെ അകത്ത് വറുത്ത് കോരി എടുക്കാം നമുക്ക്. അപ്പോൾ ഗൈസ്, ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കാഞ്ഞിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടെ.
അപ്പോൾ ഇതാ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കാഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കൂട്ട് പക്കാവടേൻ്റെ കൂട്ട് കോരി ഒഴിച്ചു കൊടുക്കാം. ഇതാ നമ്മളെ പക്കാവടേൻ്റെ കൂട്ട് റെഡിയാക്കി വെച്ചത്. സ്പൂണിനെ കൊണ്ട് കോരി കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് ഞാൻ. ഇനി നമുക്ക് കാഞ്ഞ് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ കായട്ടെ ഗൈസ്, കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ കാഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നുള്ളിയിടുന്നുണ്ടേ. അപ്പോൾ ഫ്രണ്ട്സ് ഏകദേശം ആവാനായിപ്പോയി. കുറച്ച് നേരം വെക്കണം, എന്നാൽ മാത്രമേ ഇതൊന്ന് ക്ലിയറായിട്ട് കിട്ടും. നല്ല അടിപൊളിയായിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് നേരം വെക്കണം. എണ്ണേൻ്റെ അകത്തുനിന്ന് അങ്ങനെ അപ്പോൾ ആയിട്ടില്ല, കുറച്ചും കൂടി ആവണം. പാടുന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ് എടുത്തു. ഇനി ഞാൻ അടുത്തും കൂടി ഇടട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. നിങ്ങൾ കടലപ്പൊടിയോ എന്തെങ്കിലും കൂട്ടുന്ന കൂട്ടിക്കരിപ്പൊടിയോ കടലപ്പൊടിയോ എന്നാ വേണ്ട വെച്ചാൽ ചേർത്തിട്ട് ചുട്ട് കഴിഞ്ഞാൽ ഇതിലും കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അടിപൊളിയായിട്ട് കിട്ടും. ഇതാ ഗൈസ് വാങ്ങിയിട്ട് ഞാൻ ഇതാ കണ്ട ഇതാ നല്ല കറുമുറയെല്ലാം ആവുന്നുണ്ട്. ആ ബ്രെഡിൻ്റെ മധുരവും നല്ല ഉണ്ട്. അപ്പോൾ ഗൈസ് ഇതാ ബ്രെഡ് കൊണ്ടുള്ള പക്കാവട ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പക്കാവടയാണ് കണ്ട. ഇതാ സൂപ്പർ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. അരിപ്പൊടിയോ മറ്റേ കടലമാവോ വേണ്ടിക്കൽ ആക്കിയിട്ട് ചുടുന്നതിനും പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചുട്ടിട്ടുള്ളത്. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ എനിക്ക് കിട്ടീന്. നല്ല ടേസ്റ്റും ഉണ്ട്. അതും കൂടി ആകുമ്പോൾ ഇതിലും കുറച്ചും കൂടി ടേസ്റ്റ്. ഇതിപ്പം ബ്രെഡിൻ്റെ ആ ഒരു മധുരം, തക്കാളീൻ്റെ പുളി ഇങ്ങനെയെല്ലാം എന്നുള്ളതിന്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.